പുതിയ റോഡുകളുടെ കാര്യത്തിൽ പരമാവധി പദ്ധതികൾ ഏറ്റെടുക്കുവാൻ ഗവൺമെന്റ് ഇന്ന് മുന്നോട്ട് വരികയാണ്. ദേശീയപാതയുടെ വികസനവും അതിന്റെ ഭാഗമായിട്ടാണ് നിലനിൽക്കുന്നത്. ദേശീയപാത വികസനത്തിൽ നമ്മുടെ പ്രിയങ്കരനായ MPC സമ്പത്തിന്റെ നേതൃത്വത്തിൽ ഇനി മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നല്ല നിലയിൽ ക്രമീകരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റുമായി ഉണ്ടാക്കിയിരിക്കുന്ന ധാരണയനുസരിച്ച് ദേശീയപാത 47 4-വരി പാതയായി വികസിപ്പിക്കുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് എടുത്ത നിലപാട് 60 മീറ്റർ വീതിയിൽ റോഡ് നടപ്പാക്കുന്നതിനാണ് കേന്ദ്ര ഗവൺമെന്റ് നിലപാടെടുത്തത്. 45 മീറ്റർ വീതിയിൽ റോഡ് ക്രമീകരിച്ചത് സംസ്ഥാന ഗവൺമെന്റ് ആവശ്യം ഉന്നയിച്ചു. കഴിയുമെങ്കിൽ 30 മീറ്ററിൽ നിർത്താൻ കഴിയുമോ എന്ന് ശ്രമിക്കുകയുണ്ടായി. കേന്ദ്ര ഗവൺമെന്റ് 60 മീറ്റർ പറയുന്നതിനിടയിൽ ഒരു ധാരണയിൽ എത്തിച്ചേർന്നത് 45 മീറ്റർ പ്രകാരമാണ്. 45 മീറ്റർ വീതിയിൽ റോഡ് നിർമ്മിക്കുന്നതിനാണ് ഇപ്പോൾ ധാരണ ഉണ്ടായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ ചർച്ചയപ്പെട്ടിട്ടുണ്ട്. ആറ്റിങ്ങൽ ബൈപ്പാസിന്റെ പ്രപ്പോസൽ നേരത്തെ ഉള്ളതാണ്. നേരത്തെ ഒരു അലൈൻമെന്റ് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ NHAI മുഖാന്തരം നടത്തിയിരിക്കുന്ന പുതിയ സർവേയിൽ അവർ ശുപാർശ ചെയ്യുന്ന അലൈൻമെന്റ് അടക്കമുള്ള പ്രശ്നങ്ങൾ പ്രത്യേകമായി നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കേരളത്തിന്റെ റോഡ് വികസന രംഗത്ത് ദേശീയപാതയുടെ വികസനമടക്കമുള്ള കാര്യങ്ങൾ പ്രധാനപ്പെട്ട പദ്ധതികളായി നടപ്പാക്കുക എന്നുള്ളത് നമ്മുടെ സംസ്ഥാനത്തിന്റെ ആവശ്യമാണ്.